അതെ, ഞാൻ വെക്കുന്ന അയില മാങ്ങയിട്ട് വെക്കത്തില്ലേ, തേങ്ങ അരച്ചൊക്കെ മാങ്ങയിട്ട് വെക്കുന്ന ഒരു കറി കാണിക്കണേന്. ഇന്നത്തെ ഞങ്ങളുടെ കറി ഇതാണ്. അപ്പോൾ അയില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഒന്ന് തലയൊക്കെ ഒന്ന് കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊന്നും പോരാ, എനിക്കൊന്ന് ഇതൊക്കെ ഒന്ന് ചെതമ്പല ഉണ്ടാവും ഇതുമേ തന്നെ. ആ ചെതമ്പലൊക്കെ ഒന്ന് കുത്തി കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കല്ലുമ്മിട്ട് തേക്കണേ, അല്ലെങ്കിൽ ഒരു തൃപ്തി ആവില്ലെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്യുകയാണേ. അയിലയും ചാളയൊക്കെ ജസ്റ്റ് ഒന്ന് കല്ലിൽ ഒന്ന് ഉരച്ചില്ലെങ്കിൽ എനിക്കങ്ങനെ സമാധാനം പറ്റില്ല കേട്ടോ. ഒരു ഉളുമ്പ് ഉണ്ടാവുമെന്ന് പറയുമേ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞിട്ട് ഒരുമാതിരി ഇച്ചിരി വലിയ ഇതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 4 മുറിച്ചിട്ടുണ്ടേ. അയിലക്കൊക്കെ എപ്പോഴും പണി കുറവല്ലേ. എനിക്കിത് അനിയൻ വാങ്ങിക്കൊണ്ട് വന്ന് തന്നതാണ് കേട്ടോ. ഞാൻ അവന് പുറത്ത് പോയപ്പോൾ അവനോട് ഞാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അവൻ വാങ്ങിക്കൊണ്ട് വന്നാണേ. ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂണോളം മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് തേങ്ങ മിക്സിയിൽ അരച്ചതാണ്, നല്ല ഫൈനായിട്ട് അരച്ചതാണ്. അത് കുറച്ച് ഇട്ടിട്ട് നല്ലോണം ചാലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാലൻസ് ഉള്ളതും കൂടി ചേർത്ത് ആ മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ആ വെള്ളവും കൂടി ഒഴിച്ച് കറക്റ്റ് എന്തോരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളക് നന്നായിട്ട് ചതച്ച് വെച്ചതും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് അത് നമുക്ക് അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കാളും ഞാനൊരു ചെറിയൊരു മാങ്ങ നന്നാക്കി തൊലി കളഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞെടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. മാങ്ങയുടെ കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് പഴുത്തതാണല്ലോ എന്ന് തോന്നിപ്പോവേ. പക്ഷെ പഴുത്തതെന്നല്ല, നല്ല പുളിയുണ്ട്. ഞാനൊരു കഷ്ണം കഴിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല പുളിയുണ്ട്. ഒരു കഷ്ണം കൊണ്ട് ഒരാൾ പോയായിരുന്നു, ഇത്തു അവിടെ നടക്കണുണ്ട്. അപ്പോൾ മാങ്ങ വേണമെന്നും പറഞ്ഞ് മാങ്ങയും കൊണ്ട് അയാൾ പോയി. അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെയായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഒരു കളറില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പുളിയുണ്ട്. ഇത്രയുണ്ട്. ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കാളും ഇതങ്ങോട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ഒരിത്തിരി കൂടി ഫ്രണ്ടിൽ നിന്നോട്ടെ, മീൻ ഇടുമ്പോൾ കറക്റ്റാവും. അപ്പോഴേക്കാളും ആ മാങ്ങ നന്നാക്കി അരിഞ്ഞതും കൂടി അതിനകത്തോട്ടിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. ആ പുളി ഒന്ന് തിളച്ച് വരുമ്പോൾ ആ പുളി മനസ്സിലാവും. പുളി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മീനിൻ്റെ കഷ്ണവും കൂടി അങ്ങോട്ട് ഇടാവേ. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളച്ചേക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ സിമ്മിൽ ഒരു അധികം അയിലയുടെയൊക്കെ വേവ് അറിയാമല്ലോ, അത്രയും നേരവും കൂടി ഒന്ന് സിമ്മിലിടുക. സിമ്മിലിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അയിലയിലും ചാളയിലും ഇടുന്ന മാങ്ങക്ക് ഇവിടെ ഇടിയാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും ജോസിനാണെങ്കിലും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തോട്ട് ഉള്ളിയൊക്കെ മൂപ്പിച്ചിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇത് ഞാൻ മൂപ്പിക്കാതെ ഒരു 10-15 ഉള്ളി ചതച്ചതും കുറച്ച് വേപ്പില, 2-3 തണ്ട് വേപ്പിലയും കൂടി ചതച്ചത് നേരിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു 3 സ്പൂണോ നമ്മൾ താളിക്കാൻ എടുക്കുന്ന അത്രയും തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളച്ചാൽ മതിയാവേ. അപ്പോഴേക്കാളും കറി റെഡിയായേ. ഇവിടെ ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത് താളിച്ചു ഇടും, പച്ചയുള്ളിയും ഇടും. പക്ഷേ ഇന്ന് എനിക്ക് താളിച്ചിടണമെന്ന് തോന്നിയില്ല. ഞാനങ്ങനെ പച്ചയുള്ളി ചതച്ചാണ് ഇട്ടേക്കണത്. ഞാനപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ചോറ് എടുക്കുകയാണ് കേട്ടോ. മാങ്ങ കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം അയില തലയാണ് എടുത്തേക്കുന്നത്. എനിക്ക് തല ഭയങ്കര ഇഷ്ടമുണ്ടാകും. നിങ്ങൾ അയിലക്കറി ഇങ്ങനെയാണോ വെക്കുന്നത്? ഇങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ഊണിന് മീൻകറിയും എടുത്തിട്ടുണ്ട്, ഒരിത്തിരി അച്ചാർ എടുത്തിട്ടുണ്ട്, പിന്നെ ബീൻസും ക്യാരറ്റും കൂടി ഒലത്തിയതാണ് പച്ചക്കറിയായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ അലുത്ത് പോണ മാങ്ങയായിരുന്നില്ല കേട്ടോ അത്. ക്യാരറ്റും ബീൻസും കൂടിയുള്ള തോരനും അച്ചാറുമാണ്. ആ ഉള്ളി ഉണ്ടോ, ചതച്ചിട്ട ഉള്ളി. നിങ്ങളൊക്കെ ഇങ്ങനത്തെ രീതിക്കാണോ അയില മാങ്ങയിട്ട് വെക്കുന്നത്? ഇങ്ങനത്തെ ആ രീതിക്കാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.